പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ഷേക്കാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ചെയ്യണ അതാണെന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാവും. ഇവിടെ ഇപ്പം അന്ന് അവൽ മിൽക്ക് ഉണ്ടാക്കിയതിന് ശേഷം സിയമോളും ദിയമോളും ജാനും കൂടി ഒരുമിച്ച് പറയായിരുന്നു വേഗം ഷേക്ക് ഉണ്ടാക്കിക്കോണം. ആ സമയം ഇപ്പം നമ്മുടെ മിക്സി ഒന്ന് പണി പറ്റിച്ചു. മിക്സി എന്താണെന്ന് അറിയില്ല, മിക്സി സ്റ്റക്കായി. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ശരിയാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഞാൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ശരിയാക്കി തന്നു കേട്ടോ. എൻ്റെ പീലർ കാണാനില്ല, അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പീൽ ചെയ്ത് കളയണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്യാൻ ഇത്തിരി വശക്കുറവുണ്ട്, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് എവിടെ കൊണ്ടുവച്ചു എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ തൊലി കളഞ്ഞെടുക്കുകയാണല്ലോ. തൊലി കളഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ അവിടെ സെയിനും രണ്ട് ചേച്ചിമാരും കൂടിയുള്ള കളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട്, ഇത് കുറച്ച് കേടുണ്ട് തോന്നുന്നു, ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വെച്ചിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല പണിയുണ്ടായിരുന്നു. കിച്ചൺ ഒതുക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിപാടിയായിരുന്നു. ഇന്ന് നമ്മുടെ വലിയ ബ്ലാക്ക് ഡക്കറിന്റെ ഓവൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഓവൻ കംപ്ലൈന്റ് ആയി. അത് 2 ദിവസം മുൻപ് ഞാൻ അവർക്കൊരു ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വാഷ് ചെയ്തല്ല, ഒരു മിനിറ്റ്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പായി പോവാം. ഓവൻ ഒന്ന് ചൂടായി വരുമ്പോൾ അപ്പം അത് ട്രിപ്പാവാം. അപ്പം അതിൻ്റെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇലക്ട്രീഷ്യൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കംപ്ലൈൻറ്റ് ആവുള്ളൂ, അങ്ങോട്ട് കംപ്ലൈൻറ്റുകളല്ല. അതിൻ്റെ കോയിലിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ആ ചൂടായി വരുമ്പോൾ അത് ട്രിപ്പാവണതെന്നാണ് പറയുന്നത്. ഒന്നാമത്തേൽ നമ്മളുടെ ഈ കറണ്ട് ബില്ല് അനുസരിച്ച് നമുക്ക് ഓവൻ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിസൈൻ വിളിക്കുമ്പോൾ പറയും ഇവിടെ ഗ്രില്ല് ചെയ്യോ അത് ചെയ്ത്. പക്ഷെ നമ്മൾ ബില്ല് കാണുമ്പോൾ അല്ലാണ്ട് തന്നെ 5000 രൂപയാണ് ബില്ല് വരുന്നത്. പിന്നെ ഇനി എങ്ങനെയാ ചുരുക്കി പിടിച്ച് ഉപയോഗിക്കേണ്ടത്? TV കാണില്ല ഞങ്ങൾ ആരും. പിന്നെ ഒരു റൂമിൽ AC ഇടും, അതും വളരെ കുറഞ്ഞ ഇതിലേട്ടാ, സെയിലിൻ്റെ അവിടെ എടുക്കണോടത്ത് മാത്രം. പിന്നത്തെ റൂമിൽ അവര് വൈകുന്നേരം ചെല്ലുമ്പോൾ ഫാൻ ഇടണതാണ്. പകല് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ഞാൻ തനിച്ച് ഈ ഫാനും ഒരു ഇത് മാത്രമാണ് ഇടണത്. അറിയില്ല ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ കറണ്ട് വിടുന്നത്. ഇനി ഇവിടുത്തെ ഇതിന്റെ വല്ല കുഴപ്പമാണെന്ന് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ചെത്തി എടുക്കുക കേട്ടോ. ചെത്തി എടുത്തിട്ട് അത് നിങ്ങളുടെ മിക്സിക്ക് അനുസരിച്ച്, ചിലവർക്ക് മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾക്ക് അത് 2 പീസൊക്കെ ആവേണ്ടി വരും, കാരണം അത് ജ്യൂസറിലാണ് ഞാൻ അരയ്ക്കണത്. മറ്റേതിൽ ഓറഞ്ചിന്റെ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് അതിലിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ, ജാൻ വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ അതെങ്ങാനും എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞാലോ പേടിച്ചിട്ടാണ് അതിലടിക്കണില്ല. അതിലടിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പീസായിട്ട് ഇടാം, കുഴപ്പമില്ല. അവിടെ ഇല്ലല്ലോ, ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സെയിം കളഞ്ഞു തുടങ്ങി. കണ്ടോ, നമ്മുടെ സിയ ബേബി വന്നു, വേഗം വന്നു അമ്മ എന്ന് പറഞ്ഞു തുടങ്ങി. ഇതാ വരുന്നു കേട്ടോ. ഒറ്റയടിക്ക് അടിക്കുക വേണ്ടു. എന്നിട്ട് പിന്നെ വേണ്ടത് നിങ്ങൾക്ക് അറിയാലോ, ഷുഗർ വേണം കേട്ടോ. പിന്നെ ഇതിൽ ചിലവർ ഏലക്കായൊക്കെ ഇടുന്നു പറഞ്ഞു. എനിക്ക് അതിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇട്ടോളോ. നമുക്കത് എനിക്ക് വീട്ടിലത് അങ്ങനെ അത്ര രസമായിട്ട് തോന്നില്ല. അത് പച്ചമാങ്ങ അടിക്കുമ്പോഴായാൽ പോലും നമ്മൾ മറ്റേ ഇത് ഇടില്ലോ. ചിലർ പറഞ്ഞു, എൻ്റെ അടുത്തൊരു ഞങ്ങളുടെ തൊട്ടടുത്തൊരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ആൻറ്റി പറഞ്ഞു ഇത് എടുക്കണ്ടെന്ന്, മറ്റേ ഇഞ്ചി ഇടാൻ പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമാവില്ല. ആ ഒരു സ്വാദ് എനിക്ക് എൻ്റെ നാവിന് ടേസ്റ്റ് ഇഷ്ടമാവില്ല. പക്ഷെ അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാല് കേട്ടോ. പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച് ഉള്ള പാലെടുക്കുക, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കേട്ടോ. എനിക്ക് ഇവിടെ അങ്ങനെ വലിയ മധുരം വേണ്ട, അതുകൊണ്ട് ഒരു 3 സ്പൂണൊക്കെ എനിക്ക് മതിയാവും. വേണ്ട, ഇതുപോലത്തെ സ്പൂണിൽ മതിയാവും. ഇനി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ഉപയോഗിക്കാം, നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഷുഗർ കുറച്ച് കുറയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടും. ഉപ്പിൻ്റെയും ഷുഗറിൻ്റെയും ടേസ്റ്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും അതിൻ്റെ കഴിഞ്ഞാ ഇല്ല ഇതായിരിക്കും. ഇനി വേണ്ടത് ജസ്റ്റ് നമ്മൾ ഇപ്പൊ നമ്മുടെ മാംഗോ ഷേക്ക് റെഡിയാണ്. എൻ്റെ ഒരു കയ്യിൽ സീൻ മോൻ വന്നിട്ടുണ്ട്. സീനിന് വേണ്ട, കരഞ്ഞ് വയ്യാണ്ടായി. ചുമ വന്നു നോക്ക്.
നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലല്ലേ കട്ടിയിലുള്ള ഷേക്ക് റെഡി. ഞാൻ കുടിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. ഞാനും സെയിനും കൂടിയിട്ടാ കുടിക്കണേട്ടാ. നോക്ക്. കാരണം സെയിന് തരാൻ പറ്റില്ല. തോരാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ആണ്. ഇനി ദിയക്കും സിയക്കും കൂടിയിട്ട് ജാൻ പുറത്തു പോയിരിക്കാണ്. അപ്പൊ ജാനിനിപ്പൊ കൊടുക്കില്ല. ജാൻ വരുന്നവരെ അമ്മ ഫ്രീസറിൽ വെക്കും. എന്തു പറ്റി? എന്താ അങ്ങനെ? അയ്യടാ, അവര് പറയണ്ടാണ്. ആ ചേട്ടൻ അന്ന് ഐസ്ക്രീം പാർലറിലൊക്കെ പോയിട്ടാണ് വരുന്നത്. രണ്ടാളും കഴിച്ചോ? എടുത്തോ, രണ്ടുപേരുടെയും. എന്നാ ദിയ ടേസ്റ്റ് പറയണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അടിപൊളിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൊതി വരില്ലേ. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. അധികം മധുരം തിന്നാൽ മതി. അപ്പൊ പിന്നെ കുടിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാരും കുടിച്ചിട്ട് ഇതിന്റെ ഒരു കമന്റ് ചെയ്യൂട്ടാ. എല്ലാരും കുടിച്ചിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടോ? മാംഗോ ഷേക്കാണ്, മാംഗോ ആണ്, എന്തായാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും സെയിൻമോന് കുറുക്കാണ് ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ 6 മാസത്തിന്റെ അത് കഴിഞ്ഞതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞൊരു ഫ്രൂട്ടിന്റെ പീസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മറ്റേ നിപ്പിൾ പോലത്തെ സാധനം ഇല്ല, എനിക്ക് അതിന്റെ പേരറിയില്ല, അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ഒരു ചെറിയൊരു പീസ് ഒരു ദിവസത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അധികം ഒന്നും കൊടുക്കാറായിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം അവനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൊതി വന്നു തുടങ്ങുന്ന പ്രായമായി. ഇത്ര നേരം കരച്ചിലെന്ന്. മമ്മിയുടെ കുഞ്ഞേ, മമ്മിയുടെ കുഞ്ഞേ, ബായ്, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാന്ന് പറഞ്ഞേ. ബായ്. അവനെന്താ ഉറങ്ങിയിട്ടില്ലെന്നേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്. See ya, Dia. Bye. See you.